ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50-day ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ വീക്കിലെ റിവിഷനാണ് ഇന്നത്തെ ദിവസം ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഫിസിക്സിൽ നിന്നും അതുപോലെ ഭരണഘടനയിൽ നിന്നും കണക്കിൽ നിന്നുള്ള ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 20 മാർക്കിൻ്റെ ടോപ്പിക്ക് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നിലൊരു 4 ആഴ്ചയുടെ അടുത്ത് ഇനിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കും. എക്സാമിന് മുന്നേ ആയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് മാത്രമാണ് ഇടാത്തതുള്ളൂ. അത് നമ്മൾ ടെലഗ്രാമിൽ പോൾസ് ആയിട്ട് ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രീവിയസ് ആയിട്ട് ഈ 2024 PSC ചോദിച്ചിട്ടുള്ളതും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള CA നമ്മൾ പോൾസ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ടുകളും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പക്ഷേ PDF മാത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവില്ല. ക്ലാസ് കേട്ടിട്ട് PDF വായിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ടെലിഗ്രാമിൻ്റെ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്നും അതുപോലെ തന്നെ 30 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ 4 ഓപ്ഷൻസ് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? കണ്ടോ, അപ്പോൾ 4 ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 30 മോക്ക് ടെസ്റ്റേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് 100 അടുത്തോളം PYQs ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്കുകളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമത്തെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അതായത് കൊടുത്തില്ല. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. 2005 വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി നൽകിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസാക്കാൻ പ്രേരണ നൽകിയ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഓക്കെ, അപ്പോൾ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് എന്നുണ്ട് കേട്ടോ ഇവിടെ. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. അപ്പോൾ ആദ്യത്തെ എല്ലാവർക്കും അറിയണതായിരിക്കും ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. ലാസ്റ്റത്തെയും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസാക്കാൻ പ്രേരണ നൽകിയ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അതും ശരിയാണ്. ഇനി ഇവിടെ 2005 വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. അപ്പോൾ വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് തമിഴ്നാട്ടിൽ തന്നെയാണ്. പക്ഷേ 2005 വിവരാവകാശ നിയമം അല്ലായിരുന്നു അത് 1997 പാസ്സാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. ഇനി പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി നൽകിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപക ആരാണ്? സ്ഥാപക ആരാ? അരുണ റോയ് ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപക. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിവരാവകാശ അപേക്ഷയുടെ ഫീസ് 10 രൂപയാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസത്തിനകം മറുപടി നൽകണം. ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നൽകണം. 3ാം കക്ഷിയുടെ വിവരങ്ങളുടെ കാര്യത്തിൽ അപേക്ഷയുടെ മറുപടി 35 ദിവസത്തിനകം നൽകണം. ഇതാണ്. അപ്പോൾ ആദ്യം എന്താ? ഫീസ് എത്ര രൂപയാണ്? 10 രൂപയാണ്. ശരിയായ പ്രസ്താവന. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനകം മറുപടി നൽകണം എന്നുള്ളതും ശരിയായ പ്രസ്താവനയാണ്. ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നൽകണം എന്നുള്ളതും ശരിയായ പ്രസ്താവനയാണ്. 3ാം കക്ഷിയുടെ വിവരങ്ങളുടെ കാര്യത്തിൽ അപേക്ഷയുടെ മറുപടി 35 ദിവസത്തിനുള്ളിൽ നൽകണം എന്നുള്ളത് എന്താ? തെറ്റാണ്. എത്ര ദിവസത്തിനുള്ളിൽ? 40 ദിവസത്തിനുള്ളിൽ നൽകണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12-നാണ്. അപ്പോൾ ഈ ഡേറ്റ് എന്താ? ഇത് പാസ്സാക്കിയതാണ്. 2005 ജൂൺ 15-ന് പാസ്സാക്കി. പക്ഷെ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാരും പുനർനിയമനത്തിന് അർഹരല്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാ? കേന്ദ്ര ഗവൺമെന്റിനാണ്.
കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 തന്നെയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാരും പുനർനിയമനത്തിന് അർഹരല്ല. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റേതാ? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാ? ഗവർണറാണ്. രാഷ്ട്രപതിയല്ല, ഗവർണറാണ് നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും രാജിക്കത്ത് കൊടുക്കേണ്ടതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഒക്കെ ആരാ തന്നെയാ? ഗവർണർ തന്നെയാണ്. ഇനി വിവരാവകാശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഇതിൽ ഇൻഫർമേഷൻ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷൻ അംഗങ്ങൾക്കോ, ഇൻഫർമേഷൻ കമ്മീഷൻ അംഗങ്ങൾക്കോ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർക്കോ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. അപ്പോൾ ഓപ്ഷൻ സി ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ വിവരാവകാശത്തിനുള്ള എന്ത് കൊടുക്കേണ്ടത്? അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി താഴെ തന്നിട്ടുള്ളതിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടില്ലാത്ത വ്യക്തി. താഴെ തന്നിട്ടുള്ളതിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ദീപക് സന്ധു ആയിട്ടുണ്ട്, എൻ തിവാരി ആയിട്ടുണ്ട്. അതായത് ഇത് ആദ്യമായിട്ട് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു. രണ്ടാമത്തെ വ്യക്തിയാണ് എൻ തിവാരി. രാധാകൃഷ്ണ മാത്തൂറും ആയിട്ടുണ്ട്, രാജേന്ദ്ര ബാബു ആയിട്ടില്ല. ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആരാ? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. മൗലികാവകാശങ്ങളെ പറ്റി ശരിയല്ലാത്തത്, ഇതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഭേദഗതി വരുത്താവുന്നവ, ന്യായീകരിക്കാവുന്നവ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം, പരിപൂർണമായവ. ഇതിലേതാണ് ശരിയല്ലാത്തത്? പരിപൂർണമായവ എന്നുള്ളതാണ് ശരിയല്ലാത്തത്. നെഗറ്റീവ് സ്വഭാവമുള്ളതും പോസിറ്റീവ് സ്വഭാവമുള്ളതും ഉണ്ട്. ന്യായീകരിക്കാം, നമുക്ക് കോടതിയെ സമീപിക്കാം ഇത് ലംഘിക്കപ്പെട്ടാൽ. ഇനി അതുപോലെ തന്നെ ഭരണഘടനയുടെ ഘടനയ്ക്ക് മാറ്റമില്ലാത്ത രീതിയിൽ ഇത് ഭേദഗതി വരുത്താവുന്നതുമാണ്. അപ്പം അത് മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതൊക്കെ. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. ശരിയാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം 3 ആണ്. ഭരണഘടനയിലെ ഭാഗം 3 മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നു. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് പട്ടേലാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് PYQ ആണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ആൻസറാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് തെറ്റായ പ്രസ്താവന. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതിയത് പട്ടേലല്ല. എഴുതി തയ്യാറാക്കിയത് ആരാണ്? നെഹ്റു ആണ്. പട്ടേൽ അധ്യക്ഷനായിട്ടുള്ള 1931 കറാച്ചി സമ്മേളനത്തിലാണ് അത് അവതരിപ്പിച്ചത് എന്ന് മാത്രം. ഓക്കെ. ഇനി സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭേദഗതി ഏത് ഭേദഗതിയാണ്? 1978 44-ാം ഭേദഗതി. സോറി, ഇവിടെ 44 കേട്ടോ. 1978 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും എടുത്തു കളഞ്ഞത്. ഇനി കരുതൽ തടങ്കൽ എത്ര മാസം വരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും? ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ എത്ര മാസം വരെ വെക്കാൻ പറ്റും? 3 മാസം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 3 മാസം. ഈ ചേരുമ്പടി ചേർക്കാനാണ് ആർട്ടിക്കിൾ 21. കുറേ ആർട്ടിക്കിളുകളും അത് എന്തിനെയാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾ 21 എന്താണ്? മൗലികാവകാശങ്ങളുടെ അടിത്തറ. മൗലികാവകാശങ്ങളുടെ അടിത്തറ. ആർട്ടിക്കിൾ 17 ഏതാണ്? അയിത്ത നിർമാർജനമാണ്. 32 എന്താ പറയുന്നത്? മൗലികാവകാശങ്ങളിൽ മൗലികമായത്. 24 ആണ് എന്ത്? ബാലവേല നിരോധനം. 24 ബാലവേല നിരോധനം. അപ്പോൾ ഏതാണ്? A3 B4 ഇതാണ് വരിക. C2 and D1. ഇനി ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്ന ആർട്ടിക്കിൾ 23 ആണ്. ആർട്ടിക്കിൾ 23. ബാലവേല 24, ദേവദാസി സമ്പ്രദായം ആർട്ടിക്കിൾ 23 ആണ്. ചേരുമ്പടി ചേർക്കാനാണ് എന്താ? ഹേബിയസ് കോർപ്പസ്. കുറേ റിട്ടുകളും അതിൻ്റെ അർത്ഥങ്ങളും അവിടെ കൊടുത്തിട്ടുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി ആൻഡ് പ്രൊഹിബിഷൻ. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു. സെർഷ്യോററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക. പ്രൊഹിബിഷൻ തടയുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് A3 B4 C1 D2 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 1976-ലാണ്. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 10 മൗലിക കടമകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്.
ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കടമകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് ശരിയാണ്. ഇനി 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം 11ആയി. അതും ശരിയാണ്. അപ്പോൾ 10 എണ്ണമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 11ാമത്തെ ആഡ് ചെയ്തത് 2002 86 ഭേദഗതിയിലൂടെയാണ്. ഇനി മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് എവിടുന്ന? റഷ്യയിൽ നിന്നാണ്. ശരിയാണ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4 അല്ല. ഏതാണ്? 4A ആണ്. 4A. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപനില. സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40 ആണ്. താപനില വർധനയുടെ ഫലമായി ഒരു വസ്തുവിന്റെ വലിപ്പത്തിലുണ്ടാകുന്ന വർധനവാണ് താപീയ വികാസം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ശരിയാണ്. ഇത് നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയും. ആ സമയത്ത് ഒരു പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ഒക്കെ ഗതികോർജം എന്തായി മാറുകയാണ്? 0 മാറുകയാണ്. ഇനി സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും, സെൽഷ്യസിലും കെൽവിനിലും ഒരുപോലെ വരുന്നത് -40 ആണ് ഊഷ്മാവ്. താപനില വർധനയുടെ ഫലമായിട്ട് ഒരു വസ്തുവിന്റെ വലിപ്പത്തിലുണ്ടാകുന്ന വർധനവാണ് എന്ത്? താപീയ വികാസം. അപ്പോൾ ഏതാ തെറ്റ്? ഇതാണ് തെറ്റ്. ഇതെന്താണ്? ഒരു പദാർത്ഥത്തിലെ ആകെ ഗതികോർജത്തിന്റെ അളവിനെ നമ്മൾ താപം എന്നാണ് വിളിക്കുക. താപനില എന്താ? ശരാശരി ഗതികോർജത്തിന്റെ അളവാണ്. ശരാശരി ഗതികോർജത്തിന്റെ അളവാണ്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ജലത്തിന് ഏറ്റവും കുറവ് സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യന്റെ ശരീരോഷ്മാവ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ടങ്സ്റ്റന്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യന്റെ ഉപരിതല താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം. സൂര്യന്റെ താപനില 5500 ശരിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ടങ്സ്റ്റന്റെ ദ്രവണാങ്കം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 3410 ഡിഗ്രിയാണ്. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം ഉള്ളത് ടങ്സ്റ്റൻ ആണ്. ഇനി മനുഷ്യന്റെ ശരീരോഷ്മാവ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്രയാ? 37 ഡിഗ്രി സെൽഷ്യസ്, അതായത് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് റൗണ്ട് ചെയ്ത് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതെന്താ? ഇത് തെറ്റാണ്. എന്താ? ജലത്തിന് ഏറ്റവും കുറവ് സാന്ദ്രതയല്ല, ഏറ്റവും കുറവ് വ്യാപ്തം അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ കൂടുതൽ സാന്ദ്രത എന്ന് പറയണം. ഒന്നില്ലെങ്കിൽ സാന്ദ്രത കൂടുതൽ, അല്ലെങ്കിൽ വ്യാപ്തം കുറവ്. അതാണ് 4 ഡിഗ്രി സെൽഷ്യസ്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ ഏതാണ്? വികിരണമാണ്. അതായത് ബൾബിന് താഴെ നിൽക്കുന്ന ഒരാൾക്ക് ചൂട് അനുഭവപ്പെടുന്നതും എന്തുകൊണ്ടാണ്? വികിരണം മൂലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ളത് ജലത്തിനാണ്. അപ്പോൾ ഹൈഡ്രജൻ ആരാ? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ളതാണ് സ്വർണം. ഇനി താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഒരേ സമയം വൈദ്യുതചാലകമായും വൈദ്യുതരോധിയായിട്ടും അവതരിപ്പിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം. ഒരേ സമയം വൈദ്യുതചാലകമായിട്ടും വൈദ്യുതരോധിയായും പ്രവർത്തിക്കുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ശരിയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ആണോ? അതും ശരിയാണ്. ക്വാർക്കുകൾ തന്നെയാണ്. ഇനി ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്? പ്ലാസ്മ. ശരിയാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മാസ് അളക്കുന്നതിനുള്ള ഉപകരണം. മാസ് അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സ്പ്രിംഗ് ത്രാസ്. തെറ്റാണ്. സ്പ്രിംഗ് ത്രാസ് എന്താ? മാസ് അളക്കുന്നതാണോ? അല്ല, ഭാരം അളക്കുന്നതിനുള്ളതാണ്. മാസിന്റെ നമ്മൾ എന്താ പറയുക? കോമൺ ബാലൻസ്. സാധാരണ ത്രാസ് കോമൺ ബാലൻസ് ആണ് മാസ് അളക്കാനുള്ളത്. സ്പ്രിംഗ് ബാലൻസ് ഭാരം അളക്കുന്നതാണ്. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏതിലാണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ട് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ല. ഏതാണ്? ഖരമാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. ഖരവസ്തുക്കളിൽ. പ്രതിധ്വനി കേൾക്കാൻ ആവശ്യമായിട്ടുള്ള ദൂരം. പ്രതിധ്വനി കേൾക്കാൻ ആവശ്യമായ ദൂരം എത്രയാ? 17 മീറ്റർ ആണോ? 17ൽ കുറവ് ഓർ 17ൽ കൂടുതൽ? എങ്ങനെയാണ്? 17ൽ കൂടുതലാണ്. അതായത് 17.2 മീറ്റർ ആണ് മിനിമം പ്രതിധ്വനി കേൾക്കാനായിട്ട് വേണ്ടത്. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത അറിയപ്പെടുന്നത് എന്താ? സ്ഥായി എന്നാണ്. സ്ഥായി. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥായി ശബ്ദത്തിന്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണ്.
ഉച്ചത കമ്പനായതിയെ ആശ്രയിച്ചിരിക്കുന്നു. അതും ശരിയാണ്. ഉച്ചത കമ്പനായതിയാണ് ആശ്രയിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഉച്ചത അളക്കുന്ന യൂണിറ്റ് എന്താ? ഡെസിബലാണ്. അപ്പോൾ ഏതായിരിക്കും തെറ്റ്? ഇതാണ് തെറ്റ്. താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം ട്രബിൾ. തെറ്റാണ്. എന്താണ്? താഴ്ന്ന സ്ഥായിലുള്ളതിനെ നമ്മൾ വിളിക്കുക ബാസ് എന്നാണ്. ബാസ്. അപ്പോൾ ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉയർന്ന സ്ഥായിലുള്ളതാണ്. ഉയർന്ന സ്ഥായിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ. ഇനി മാത്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരേ ദിശയിൽ സമാന്തര ട്രാക്കുകളിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത 50 കിലോമീറ്ററും 100 km/hമാണ്. ആദ്യ തീവണ്ടി പുറപ്പെട്ട് 2 മണിക്കൂറിന് ശേഷമാണ് രണ്ടാമത്തെ തീവണ്ടി പുറപ്പെട്ടത്. എത്ര ദൂരം കഴിയുമ്പോഴാണ് 2 തീവണ്ടികളും ഒപ്പം എത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ 2 വേഗതകൾ, ഇവിടെ എന്താ തന്നിട്ടുള്ള? 2 വേഗതകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം ഡിഫറൻസും തന്നിട്ടുണ്ട്. അപ്പം 2 വേഗതകളും ഒരു ടൈം ഡിഫറൻസും തന്നാൽ ദൂരം കാണാൻ ഏത് ഇക്വേഷൻ മതി? S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ആ ടൈം ഡിഫറൻസ്. S1 S2 എന്ന് പറയുന്നത്, S1 എന്ന് പറഞ്ഞാൽ 50, S2 എന്ന് പറഞ്ഞാൽ 100. ആ 2 വേഗതകളാണ്. അപ്പം 50 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ, ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 100 മൈനസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 50 തന്നെയാണ്. 50 ഇൻറ്റു ടൈം ഡിഫറൻസ് 2 മണിക്കൂർ 2 എന്ന് എഴുതാം. അപ്പം 50 ക്യാൻസലായി. എത്ര വരും? 200 കിലോമീറ്റർ. കണ്ടോ, ഇവിടെ എല്ലാം കിലോമീറ്ററിലാണ്. അപ്പോൾ 200 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്